ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഫിഷ് ഫിംഗർ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫിംഗർ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫിഷ് ഫിംഗർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മുള്ളില്ലാത്ത മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ വിരലിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ മീൻ മേടിക്കുമ്പോൾ നല്ല മാംസമുള്ള മീൻ മേടിച്ചിട്ട് ഇതുപോലെ വിരലിൻ്റെ ആകൃതിയിൽ മുള്ളൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള മീൻ വേണമെങ്കിൽ ഈ ഒരു ഫിഷ് ഫിംഗർ തയ്യാറാക്കാൻ എടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മീൻ കട്ട് ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ എരിയുള്ളത് എരിയില്ലാത്ത ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മീനിൻ്റെ പീസിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ആ മീനിൻ്റെ പീസിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് ആ മീനിലേക്കൊന്ന് പിടിക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫിഷ് ഫിംഗർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു കോട്ടിംഗ് കൊടുക്കണം. അപ്പോൾ ഈ 3 കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ, രണ്ടിലേതെങ്കിലും ഉപയോഗിക്കാം. കോൺഫ്ലോർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനുശേഷം വേറൊരു ബൗളിലേക്ക് ഒരു വലിയ മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പം 1/4 കിലോ മീന് ഒരു വലിയ മുട്ട കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ മുട്ട ആണെങ്കിൽ 2 എണ്ണം എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. 5 പീസ് ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ബ്രൗൺ കളറ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മീനിൻ്റെ പീസും ആദ്യം കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദയുടെ പൊടിക്കകത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് അധികമുള്ള പൊടി ഇതുപോലെ ഒന്ന് തട്ടിക്കളയുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് മീനിൻ്റെ പീസിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക. അപ്പോൾ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസ് വെച്ച് ആ മീനിൻ്റെ പീസ് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ മീനിൻ്റെ പീസ് എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടും ആ ബ്രെഡ് ക്രംസ് പൊങ്ങി നിൽക്കാതെ നന്നായിട്ട് അമർത്തിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതെല്ലാം എണ്ണയിലേക്ക് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനിൻ്റെ പീസെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിറയെ മീനൊക്കെ നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് ബാഗിലോ ഒരു ബോക്സിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് 1 മാസം വരെ ഇതിങ്ങനെ സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം നമ്മൾ മീൻ പീസ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പുറമേ ബ്രൗൺ ആയിട്ട് അകം വേവാതെ വരും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുമ്പം കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ മീനിലേക്ക് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ട് ആ ബ്രെഡ് ക്രംസ് ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതെല്ലാം എണ്ണയിലേക്കായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ക്രിസ്പി ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഒരേ കളറായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മീനിൻ്റെ പീസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് പതുക്കെ ഫ്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഫിഷ് ഫിംഗേഴ്സ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ടാർട്ടാർ സോസൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്